ലോകത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഫ്രീ ആയി കൊണ്ടുതരുന്നില്ല. പുള്ളിയെ സ്വയം വിളിക്കുന്ന സെലിബ്രിറ്റി എന്നാണ്. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം ജെൻസി കടയിലത്തെ മതിപ്പില്ല. ഇവർക്ക് വില കിട്ടാൻ ഭയങ്കര പാടാം. ഇവരെ ആൾക്കാരങ്ങ് ഒഴിവായിക്കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും അങ്കിളിനോടും ആൻറ്റിയോടും ഭയങ്കര അട്രാക്റ്റായി. ദിവസം സിനിമയൊക്കെ കാണാൻ കൊണ്ടുപോയിട്ട് കൊച്ചവിടെ കിടന്ന് ഉറങ്ങുന്ന രാത്രി അതിന് പിറ്റേ ദിവസം രാവിലെ അതിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടും. എന്തുകൊണ്ട് ഈ കൊച്ചിനെ വേറൊരുത്തർ എന്തിനു കൊടുക്കണം? ഞങ്ങളുടെ കുടുംബത്തിനോട് എന്തുകൊണ്ട് കെട്ടിക്കൊണ്ട് വന്നുകൂടാ? ഈ പയ്യന് വേണ്ടി കല്യാണം ആലോചിക്കുന്നതിനകത്ത് മോൾക്ക് താല്പര്യമുണ്ടോ? പയ്യൻ ഒരു വെട്ട് 16 പീസ് മോഡൽ ചേർക്കാൻ. കൊച്ചു കണ്ണ് മഞ്ഞളിച്ച് പോയി. വാവ്! പോലീസുകാർ ചോദിക്കുന്നത് ഈ പറഞ്ഞ സംഭവത്തിലൊക്കെ എവിടെയാണ് തെളിവ്? അത് വഴിയെ കൂടെ പോയി നടന്നൊരു പോത്തിനെ കാണിച്ചിട്ട് അത് എൻ്റെ പോത്തായിരുന്നു പറഞ്ഞ് വിൽക്കുന്ന കഥയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആരും ആർക്കും വേണ്ടി ഒന്നും ചുമ്മാ ചെയ്യുന്നില്ല. ലോകത്തിലൊന്നും ഫ്രീ ആയി കിട്ടുന്നില്ല എന്നുള്ള വാചകം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അടുത്തൊരു 2 കഥകളോടെ പറയുവാണ്. കേൾക്കുന്നവർക്ക് നുണക്കഥയെന്ന് വിചാരിക്കാം, കൊതിക്കതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈക്കിളിക്കഥ കിട്ടിയപ്പോൾ അത് ഞാൻ കൊണ്ട് നിങ്ങളെ സമീപിച്ച് നിങ്ങൾക്ക് അടുത്തൊരു കഥ പറഞ്ഞു കേൾപ്പിക്കുന്നു വിചാരിക്കാം, എന്ത് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ വാചകം ഓർത്തിരിക്കുക, ലോകത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഫ്രീ ആയി കൊണ്ടുതരുന്നില്ല. ആദ്യത്തെ സംഭവം പറയട്ടെ, പുതിയ തലമുറയുടെ കാര്യമാണ്. ഒരു ജെൻസി കുട്ടി, പുള്ളിക്കാരി ഇവിടെ വരുന്നു, നല്ല പ്രൊഫൈൽ ജോബ്, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടാണ് പുള്ളിയുടെ ഇവിടുത്തെ ജീവിതമെല്ലാം. പുള്ളിക്കാരി ഞാൻ മുമ്പേ പറഞ്ഞു, പ്രസൻസ് കാണിക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലായിടത്തും പാടുപെടുന്നൊരു പുള്ളിക്കാരിക്ക് തീർച്ചയായിട്ടും ഡാൻസ്, റീലിലെ കുറച്ച് ഫോളോവേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും പുള്ളിയെ സ്വയം വിളിക്കുന്ന സെലിബ്രിറ്റി എന്നാണ്. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പുള്ളിക്കാരി പള്ളിയിൽ നിന്ന് അപ്പോൾ പുള്ളിക്കാരി പള്ളിയിൽ അങ്ങോട്ട് ഇടിച്ച് കയറി ആദ്യത്തെ പിള്ളേർ സെറ്റിൻ്റെ മൊത്തം കമ്പനി കൂടി അപ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു പള്ളിയിൽ ഒരു ആൻറ്റി അങ്കിളും. ഈ പറയുന്ന പർട്ടിക്കുലർ ആൻറ്റി അങ്കിളിനെയും കാണുന്നത് ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇവർ പ്രായമുള്ള മനുഷ്യരാണ്. അപ്പോൾ എല്ലാവരും ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാവരും ഇവരെ കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി കാണുന്നത്. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി വിചാരിക്കുന്നത് അവരെന്നെ മതിക്കുന്നു കാണുമ്പോഴത്തേനും അല്ലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ജെൻസി കടയിലത്തെ മതിപ്പില്ല. എല്ലാം ഉണ്ട്, കാശുണ്ട്, വണ്ടിയുണ്ട്, വള്ളമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ പ്രാഞ്ചേട്ടെന്നുള്ള വിളിയാണ് അസഹ്യം എന്നുള്ള അവസ്ഥയിലാണ് ജെൻസി. ഇവർക്കൊരു പേര് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവരെക്കാട്ടിലും പ്രഗത്ഭരായിട്ടുള്ള കുറേയേറെ ആൾക്കാർ അവിടെ കാണും. പിന്നെ കുറേ പ്രാഗൽഭ്യം അഭിനയിക്കുന്ന കുറേ ഫേക്ക് ആൾക്കാർ കാണും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കാശിട്ട് കുറച്ച് ഷോ കാണിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. അങ്ങനെ ആകെ ടോട്ടലൊരു ഒരു അവിയൽ പരുവത്തിനിടയ്ക്കാണ് ഈ പിള്ളേർ കയറി വന്ന ഞാനിവിടെ ഉണ്ട് കേട്ടോ, മൈ എക്സിസ്റ്റൻസ് എന്നുള്ള സിറ്റുവേഷൻ കൊണ്ട് വരുന്നത്. ഇവർക്ക് വില കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവരെ ആൾക്കാരങ്ങ് ഒഴിവായിക്കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി ഇതിനെ കണ്ടത്. ആൻറ്റിയങ്ങൾ വിളിക്കുന്നു, വർത്തമാനം പറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച കണ്ട്, 2 ആഴ്ച കണ്ട്, പള്ളി വെച്ചുള്ള വരികയാണ്. ഒരാഴ്ച കണ്ട്, 2 ആഴ്ച കണ്ടു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിയെ അവർ വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ ഇതിനിടയ്ക്കല്ല ഈ കൊച്ചിനെ അതിന് കാറില്ല. അപ്പോൾ അതിനെ എല്ലായിടത്തും അത് കൊണ്ടുവിടുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ ആവശ്യങ്ങളൊക്കെ അപ്പോയിൻമെൻറ്റുകളുടെ സംഭവം വന്നപ്പോഴത്തേക്ക് അതിന് അപ്പോയിൻമെൻറ്റിന് അങ്കിളും ആരും എൻ്റെ പരിപാടിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. വെറുതെ പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങൾ ബിസിനസ്സുകാരാണ്, അപ്പോൾ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ മോള് ഫ്രീ ആകും പറഞ്ഞു, ഞങ്ങളിത് വഴി കൊണ്ടുവിടാമല്ലോ അതിനെണ്ണ എന്നുള്ള മോഡൽ വന്നു. പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും അങ്കിളിനോടും ആൻറ്റിയോടും ഭയങ്കര അട്രാക്റ്റായി. അങ്കിളും ആൻറ്റിയും പുള്ളിക്കാരിക്ക് വേണ്ടി അങ്ങ് അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒത്തിരി വർഷങ്ങളുടെ ഇവിടുത്തെ താമസിച്ച ജീവിത പരിചയമുള്ള അങ്കിളും ആൻറ്റിയും ഒരു കടയിൽ കയറുമ്പോഴത്തേനും ഞാൻ കൊടുക്കാമെന്ന് മോള് പറഞ്ഞാലും മോളെ കൊണ്ട് അവർ കൊടുപ്പിക്കുമോ? ഇല്ല, അവർ തന്നെ കൊടുക്കും. അത് ഫുഡ് കഴിക്കാനായിക്കോട്ടെ, അത്യാവശ്യം ഷോപ്പിങ്ങിനൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ആ തുടക്കകാലം മൊത്തം കൊച്ചിനങ്ങ് ഭയങ്കര ഭാരക ഇമ്പ്രഷനായിരുന്നു ഈ ആൻറ്റി അങ്കിളിനെ കൊച്ചി. വീട്ടിൽ വിളിച്ച് പറയുന്നു, വീട്ടുകാരോട് അങ്കിളും ആൻറ്റിയും സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് കൊച്ചിനെ ഇവർ വീട്ടിൽ കൊണ്ടുവന്നപ്പം ഇവർക്ക് മക്കളുണ്ട്. ഇപ്പം കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ കാണും. പക്ഷേ ബാക്കിയൊന്നും കൊച്ചിന് അറിയത്തില്ല. ഇവർ നാട്ടിലെവിടെയാണ്, ഇവിടെ ഒത്തിരി കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മാത്രമാണെന്നാണ് കൊച്ചിന് മനസ്സിലാകുന്നത്. ഈ സംഭവം മൂത്ത് പുള്ളിക്കാരിയെ വീട്ടിൽ കൊണ്ടുപോകുന്നു. പിന്നെ 1-2 പ്രാവശ്യങ്ങളിൽ പുള്ളിക്കാരി വീട്ടിൽ കിടക്കുന്നു. കൊച്ചിനെ അവിടെ അവർ ഫ്രീ ആയിരിക്കുന്നു, അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പിറ്റേ ദിവസം സിനിമയൊക്കെ കാണാൻ കൊണ്ടുപോയിട്ട് കൊച്ചവിടെ കിടന്ന് ഉറങ്ങുന്ന രാത്രി അതിന് പിറ്റേ ദിവസം രാവിലെ അതിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടുന്നു. അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടായി. ഓട്ടോമാറ്റിക്കായിട്ടും കൊച്ചിന് ഇമ്പ്രഷനും മതിപ്പും കൂടി വരുന്നു. സംഭവം ഇൻട്രസ്റ്റിംഗ് ആകുന്നത് കൊച്ചിൻ്റെ ശുഷ്കാന്തിയും പിടിപ്പും മിടുക്കും കണ്ട ആൻറ്റിക്കും അങ്കിളിനും തോന്നുന്നു, എന്തുകൊണ്ട് ഈ കൊച്ചിനെ വേറൊരുത്തർ എന്തിനു കൊടുക്കണം? ഞങ്ങളുടെ കുടുംബത്തിനോട് എന്തുകൊണ്ട് കെട്ടിക്കൊണ്ട് വന്നുകൂടാ? അപ്പോൾ അവരവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷനിലുള്ള, ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതുപോലെ വേണ്ടപ്പെട്ട അവർ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ UK തന്നെയുള്ള ഒരു ഫാമിലിയിലെ പയ്യന് വേണ്ടി ആലോചിക്കുന്നു. അപ്പോൾ പയ്യനെ അവരെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്നു. അത് ഒരു നാടകീയമായിട്ടാണ്. കാരണം അവിടെ കൊച്ചിൻ്റെ പേര്, ചെറുക്കൻ്റെ പേര്, കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുമില്ല. ഇതുപോലത്തെ ഒരു ട്രിപ്പ് വേറെടുത്ത് ഒരു കത്തീഡ്രൽ പള്ളിയിൽ പോയി കുർബാന കൂടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് ആ നിൽക്കുന്ന പയ്യനെ കണ്ടോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നുള്ള മോഡൽ കളിയാക്കുന്നു, വർത്തമാനം പറഞ്ഞു. സ്വാഭാവികമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പറയുന്നു, ഈ പയ്യന് വേണ്ടി കല്യാണം ആലോചിക്കുന്നതിനകത്ത് മോൾക്ക് താല്പര്യമുണ്ടോ? പയ്യൻ ഒരു വെട്ട് 16 പീസ് മോഡൽ ചേർക്കൻ, മലയാളി. സ്വാഭാവികമായിട്ട് കൊച്ചിന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്തുവാ? കൊച്ചിൻ്റെ നല്ലതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അങ്കിളും ആൻറ്റിയും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്.
അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ കൊച്ചിൻ്റെ അവസ്ഥ ഇതാണ്, അതിൻ്റെ പ്രായം അത്രയേ ഉള്ളൂ, അതിൻ്റെ ജീവിത പരിചയമോ ലോക പരിചയമോ അത്രയേ ഉള്ളൂ, അത്രയാണ് കണക്ക് കൂട്ടണ്ടേ. എനിവേ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു. ഉടനെ കൊച്ചു തിരിച്ച് വീട്ടിൽ വരുന്നു, അപ്പനെ അമ്മയും വിളിക്കുന്നു. അപ്പോൾ ഉടനെ ഇവർ പറയുന്നു അവനോടിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. അവരുടെ വീട്ടുകാരുൾപ്പെടെ സംസാരിച്ച്, കാരണം അവർക്ക് ഇതിനു മുമ്പ് വേറെ എന്തൊക്കെയോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് കല്യാണം ആലോചിക്കാത്തതുകൊണ്ട് ഇപ്പം ചാടിക്കയറി അവരുടെ വീട്ടുകാരോടോ കൊച്ചിനോട് ചെറുക്കനോട് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കതിനുള്ള വഴികൾ ഒപ്പിക്കാം, നിങ്ങളത് ഓൾറെഡി സംസാരിച്ചൊരു കാര്യമൊക്കെ അടുപ്പിക്കുക എന്നുള്ള മോഡൽ വരുന്നു. ഈ കൊച്ചിൻ്റെ അപ്പനോടും അമ്മയോടും ഈ അങ്കിളും ആൻറ്റി സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് എല്ലാം സ്മൂത്ത്. അപ്പോൾ ഇവർക്ക് എല്ലാം ഈ അങ്കിളും ആൻറ്റി കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഇപ്പോൾ നിങ്ങളതൊരു വലിയ ഇഷ്യൂ ആയിട്ട് സംസാരിച്ച് ഇതാക്കരുത്, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ, കാരണം ഞങ്ങൾക്കാണിത് ആഗ്രഹം, അതുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഇതാണ് എല്ലാവർക്കും കിട്ടിയ ഫീഡ്ബാക്ക്. അപ്പോൾ ഇടയ്ക്ക് എന്തൊക്കെയോ കുറേ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്, ഇവരുടെ വീടും പുരയിടങ്ങളൊക്കെ അതൊക്കെ കാണിക്കുന്നതല്ലാതെ ഈ അപ്പനെ അമ്മ, ഈ ചെറുക്കൻ്റെ അപ്പനെയും അമ്മയെക്കുറിച്ചും വേറെ ഒന്നും കാണിച്ചതായിട്ട് നമുക്ക് അറിവില്ല. നമ്മളും അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ്റെ അപ്പൻ്റെ അമ്മയുടെ കാര്യം ഈ പെങ്കൊച്ച് ചോദിച്ചില്ലേ? ഞങ്ങൾക്കറിയത്തില്ല. അത് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതൊന്നും ചോദിച്ചിട്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന്, കൊച്ചു കണ്ണ് മഞ്ഞളിച്ച് പോയി. വാവ്, തലകുത്തി പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറുക്കനെ പ്രേമിച്ച് കെട്ടാൻ പറ്റത്തില്ല. അതുപോലത്തെ കിടാറൊരു സാധനം പയ്യൻ. അപ്പം കൊച്ചതിനകത്ത് അങ്ങ് ഓൾറെഡി ഭയങ്കര ഇതായി. പിന്നെ വീട്ടുകാർ ഒരു കുഴപ്പവും പറഞ്ഞത്, വീട്ടുകാരും എഗ്രി ചെയ്തു. അങ്കിളും ആൻറ്റിയും പറഞ്ഞില്ലേ എന്നാ കുഴപ്പം എന്നുള്ള മോഡലിൽ കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ കേൾക്കുന്നു, കൊച്ചിനെ ആലോചന നടക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ വീണ്ടും പള്ളി കാണാൻ വേണ്ടി പോകുന്നു. കൊച്ച് അവൻ്റെ നമ്പർ എടുക്കാൻ ശ്രമിച്ചതായിട്ട് അവർക്ക് സംശയം തോന്നിയിട്ട് അവർ അപ്സെറ്റ് ആകുന്നു. ആൻറ്റി ക്ലിയറായിട്ട് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, കാരണം അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അവർക്കല്ലേ അറിയാവുള്ളൂ, മോളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന, മോളെന്ത് കാണിക്കുന്നത് എന്നുള്ള മോഡലൊക്കെ ഒരു വർത്താനമൊക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും കൊച്ച് അപ്സെറ്റായോ, നാണക്കെടുകയോ, ഞാനങ്ങനെ കാണിച്ചില്ലോ എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. ഇതെല്ലാം മലയ്ക്ക് മേൽ മല അടുക്കി കയറ്റി ഉണ്ടാക്കിയെടുത്തൊരു വലിയ കൂടാരം കൊട്ടാരം ഉണ്ടാക്കി വെച്ച് കൊച്ചു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നെയാണ്ട് ഒരു 3 മാസം ശേഷം ഞങ്ങൾ കേൾക്കുന്നത്, കൊച്ചു കടച്ചിലും കൂച്ചയും കൂട്ടത്തിലുള്ള പിള്ളേർ പറയുന്നു അവൾ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോവോ ഇല്ലയോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്നുള്ള വർത്താനമൊക്കെ വരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമാണ്, എല്ലാം വെൽ സെറ്റിൽഡ്, ഇത് വന്ന് എന്തായാലും 6 മാസത്തിനുള്ളിൽ കല്യാണം നടക്കാൻ പോകുന്ന കൊച്ച്, അത് ഇവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ചെറുക്കനോട് എന്തൊരു യോഗം, അവക്കൊക്കെയാണ് യോഗം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക്. എനിവേ ഇതെല്ലാം കഴിഞ്ഞ് 3 മാസത്തെ കഴിഞ്ഞ് ഈ കൊച്ചിൻ്റെ കരച്ചിലും കൂച്ചിയും മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കുറേ അന്വേഷണം വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അച്ചായനും ആൻറ്റി, ഈ അങ്കിളും ആൻറ്റി, ഇവർ വർക്ക് അറ്റ് ഹോമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ബിസിനസ്സുകളാണ് പല സ്ഥലത്ത്. എന്ത് ബിസിനസ്സെന്ന് ഈ കൊച്ചിന് അറിയത്തില്ല. ഞങ്ങൾക്കിത് കേട്ടിട്ട് മനസ്സിലായത് മൊത്തം ക്രിപ്റ്റോ പോലത്തെ എന്തൊരു സംഭവത്തിൻ്റെ കാര്യം ഈ പുള്ളിക്കാരനും ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൊച്ചിനത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്നാണ്ട് ഇതിൻ്റെ പ്രായമായതുകൊണ്ട് അതിന് അത്രയും അറിവ് ഈ കേസ് കിട്ടുന്നതുള്ളായിരുന്നു. പക്ഷേ എന്നാണ്ട് ഇവരുടെ കാശുണ്ടായിരുന്നു. ഇങ്ങനെ വാരിപ്പൊടിച്ച് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇങ്ങനെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം ക്യാഷ് ഇവരുടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതും ഈ കൊച്ചു പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ കൂടുതൽ ആൾക്കാർ പറയുന്ന അറിവാണ്. ഏതായാലും ഈ പറഞ്ഞ കഥകളെല്ലാം കഴിഞ്ഞു. ഇവരെ ഈ കൊച്ചിനെ കൊണ്ട് കുറേ ഇടത്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതിന് കുറച്ച് പൈസ ഇതിൻ്റെ ഉണ്ട്, ഇത് ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പൈസ ഇതിനകത്തുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കുറേയേറെ പൈസ ഇത് വരുത്തിച്ചു. കാരണം ഇവരുടെ ആൻറ്റിയുടെയും അങ്കിളുടെയും ഭയങ്കര വലിയ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ആ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ പാർട്ട്ണർഷിപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ മുമ്പിൽ ഒരു വിലയാണ്. അപ്പോൾ ഈ കൊച്ചിനോട് പറഞ്ഞ ഒരു പ്രൊഫൈൽ സ്റ്റൈലിങ് പറയുന്നത് മൊത്തം ഒരു മിനിമം ഒരു ബെൻസ് സെയിലിംഗ് കൈ കാണണം, എന്നാലേ ഇവിടെ ഒരു വിലയുള്ളൂ. UK മലയാളികൾക്ക് മുമ്പിൽ ഒരു വിലയുള്ളൂ. ടയോട്ട ഹോണ്ട എന്ന് എടുത്ത് നടക്കുന്നതിന് ഇവിടെ വിലയില്ല. അപ്പോൾ മിനിമം ഒരു ബെൻസ് എങ്കിലും എടുക്കണം. അപ്പോൾ അത് തുടക്കത്തിൽ അതിനുള്ള രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾക്ക് കൊച്ചിന് പൈസ തരാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷേ അതല്ല എൻ്റെ ശരി. മോളുടെ കാലത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം പ്രൂവ് ചെയ്യാനുള്ള വഴി ഞങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും പിച്ച കൊടുത്തിട്ട് പോകുന്നവരല്ല. അവർക്ക് ആ എന്നും മീൻ പിടിച്ച് മീൻ കിട്ടാനുള്ള വഴി ഒരു ചൂണ്ട വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഭയങ്കര വലിയ വമ്പ ഫിലോസഫിക്കാണ് അങ്കിൾ പറഞ്ഞു തള്ളിയിരിക്കുന്നത്. എനിവേ കൊച്ചി ഇതൊന്നും എതിർത്തിട്ടില്ല. കൊച്ചി കുറേയേറെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരതിനകത്ത്. എനിവേ ഈ കഥകൾക്കെല്ലാം ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന അങ്കിളിൻ്റെ ആൻറ്റിയെ കാണാതാകുന്നു. അങ്കിളിൻ്റെ ആൻറ്റിയെ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പോൾ കൊച്ചി വീട്ടിൽ തപ്പിച്ചിടുന്നു. അപ്പോൾ ഉടനെ അവർ പറയുന്നു ഇത് റെൻറ്റഡ് ഹൗസാണ്, ഇത് അവരുടെ സ്വന്തം വീടല്ല, ഇവരിവിടെ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഭയങ്കര പോഷ് ഹൗസായിരുന്നു, റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നതാണ്. കൊച്ചി ഞെട്ടി. ബാക്കി അതിന് പറയാൻ മലയാളിയോട് ചോദിക്കുമ്പോൾ മലയാളികൾക്ക് ആരെ ഇവരെ വലിയ പരിചയമില്ല. ഈ പള്ളി വരുമ്പം കണ്ടിട്ട് തലയാട്ടി ഈ രോമാഞ്ചം കളിക്കുന്ന അല്ലാതെ വേറെ ആർക്ക് ഈ അങ്കിളിനെ ആൻറ്റിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതിന് കാരണം അവർ വന്നപ്പോൾ മുതൽ എല്ലാവരോടും ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അങ്ങോട്ട് കയറി ഭയങ്കര കെയറിങ്ങും ഭയങ്കര അടുപ്പവും ഭയങ്കര പെരുമാറ്റവും പെരുമാറുന്നതല്ലാതെ അവരെക്കുറിച്ചൊരു വാചകം അവർ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പള്ളിക്കകത്തെ കുറച്ച് ഈ കിട്ടുന്ന ചാൻസ് ഇങ്ങനെ ഒരുത്തനെ വീഴിക്കാൻ കിട്ടുന്ന ചാൻസിന് ഉടനെ ഓടിക്കൂടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അവരിലോട് ഉടനെ ഓടിക്കൂടി കൊച്ചിനെ സഹായിക്കാൻ നടക്കുന്നു. ബേസിക്കലി മറ്റവനിട്ട് എന്തൊക്കെ പണി കൊടുക്കാമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പണി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴറിയുന്നത് ഇങ്ങനെ ഒരാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ആ റെൻറ്റിന് വെച്ച് ഈ ഏജൻസി ഉണ്ട്, ആ ഏജൻസിയിൽ കൊടുത്ത ഡീറ്റെയിൽസ് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. പക്ഷേ ആ ഏജൻസിയിൽ കൊടുത്തതിന് മുമ്പ് അവരിവിടെ ആദ്യമായിട്ട് വന്ന് താമസിക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർക്ക് UK വേറൊരു താമസസ്ഥലം ഇല്ല.
പക്ഷേ അവരുടെ ഇരുന്ന് വണ്ടികളുണ്ട്, മറ്റുള്ള സംഭവമുണ്ട്, ഒന്നിനെക്കുറിച്ച് വേറെ തപ്പി പിടിക്കാൻ മാർഗ്ഗമില്ല. പോലീസിൽ കൊണ്ട് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു നോക്കി. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കുന്നത് ഈ പറഞ്ഞ സംഭവത്തിലൊക്കെ എവിടെയാണ് തെളിവ്? നിങ്ങൾ ക്യാഷ് ഈ കൊച്ചിന് ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്തു. ബേസിക്കലി ക്യാഷ് കൊടുത്തുള്ളത് മാത്രമേ പോലീസിന് മൈൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊന്നും പോലീസിൻ്റെ പ്രശ്നമേ ഇല്ല. കല്യാണത്തിന് ചെറുക്കനെ കാണിച്ച കഥയൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ ഈ കല്യാണത്തിന് ചെറുക്കനെ കാണിച്ച കഥയാണ് വേറൊരു കോമഡി. ആ ചെറുക്കൻ ഇങ്ങനത്തെ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അവനും ഇവരെ ഇതുപോലെ പള്ളി വന്ന് പരിചയപ്പെട്ടപ്പോൾ ഈ രോമാഞ്ചം കളിച്ച് ഈ തലയാട്ടിയോടെ പരിചയമുള്ളൂ. അവൻ ചോദിക്കുന്നത് എന്നോട് ആരും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇവരോട് സംസാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ വീട്ടുകാർ ഇവൻ തന്നെ ഒരു മിക്സാണ്, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മിക്സാണ് ഈ പയ്യൻ. അപ്പം ഇവൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ മാത്രം അടുപ്പമൊന്നും ഇവർക്കില്ല, ഇവരെൻ്റെ ബന്ധുക്കാരുമല്ല എന്നുള്ള മോഡലിൽ അവൻ്റെ ഭാഗത്തുള്ള മറുപടി വന്നു. സ്വാഭാവികമായിട്ടും അവനിപ്പോഴും ലോക്കലി ഈ പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അത് വഴിയിൽ കൂടെ പോയി നടന്നൊരു പോത്തിനെ കാണിച്ചിട്ട് അത് എൻ്റെ പോത്താണ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന കഥയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നാണ്ടും സംഭവം അടിപൊളിയായിട്ട് കൊച്ചു മൂഞ്ചി. ഇത് കേട്ട ആൾക്കാർ മുഴുവൻ ചോദിച്ചു, അങ്കിൾ വണ്ടി എവിടെ പോകുന്നൊരു പിടിയില്ല കേട്ടോ, എവിടെ പോയെന്ന് അറിയത്തില്ല. അവർ ഇതേ കഥയും കൊണ്ട് വേറെ എവിടെയോ ഒരു പക്ഷേ നിങ്ങൾക്കിടയിലായിരിക്കാം പുതുതായിട്ട് വേറൊരു വലിയ അടുത്തുള്ള അങ്കിൾ വണ്ടി നിങ്ങൾക്കിടയിൽ വന്ന് താമസിച്ചിട്ട് നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുകയും കൂടുതൽ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിരിക്കുക. ഇങ്ങനെ ഒരു ആൻറ്റി അങ്കിൾ വന്നിട്ടുണ്ട്, ഈ UK സമൂഹത്തിൽ വന്നിട്ടുണ്ടെന്ന് മാത്രം പറയുന്നു. ഇനി ഇത് വന്നിട്ടുള്ള ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഈ കഥയെ കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെയുള്ള കഥകൾ ഇതിനു മുമ്പുണ്ട്. പക്ഷേ ഈ സ്റ്റൈലിലല്ല. ഇപ്പോൾ ഈ ക്രിപ്റ്റോ പോലത്തെ സാധനങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളുടെ ഇത് ഒരിക്കൽ ക്യാഷ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ വീണ്ടെടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ആ പരിപാടിക്കകത്ത് ഈ ക്രിപ്റ്റോ പരിപാടിക്കകത്ത് നിങ്ങൾക്ക് മിനിമം ഒരു നല്ല അറിവ് വേണം. ഒരു ഗ്രാഹ്യമുള്ള ആൾക്ക് ക്രിപ്റ്റോ ചെയിൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന്, ആ ചെയിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വാലറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഡോളറാക്കി മാത്രം മാറ്റണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. ഇത്തരം ഒരു ഐഡിയയും ഈ പിള്ളേർക്ക് ആർക്കുമില്ല. ഇവർക്ക് എന്തുമാണ് ക്രിപ്റ്റോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ പൈസ വരുന്നുണ്ട്, അങ്ങോട്ടിട്ട പൈസയ്ക്ക് ഇത്ര ഇരട്ടി തിരിച്ച് വരുന്നുണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഇവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ ഓടിക്കൊണ്ടിരുന്നത് സീൻ. ഇങ്ങനൊരു സംഭവം ആൾക്കാരെല്ലാം കൊതിക്കറവും നുണക്കഥയും എല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നത്തെ ചർച്ചയ്ക്കകത്ത് ഓടുന്ന മൊത്തം എന്തുകൊണ്ട് ഈ കൊച്ച് ആരോടൊന്നും സംസാരിച്ചില്ല. അതിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കട്ടെ. കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ആകെ അറിയാമായിരുന്നു ഇതിനെ കെട്ടാൻ പോകാമെന്ന് മാത്രമാണ്. ഇതിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അങ്കിളും ആൻറ്റിയും മൂലം അവരുടെ ഒരു വളരെ അടുത്ത ഡിസ്റ്റൻറ്റ് റിലേഷനുള്ളൊരു പയ്യനുമായിട്ട് കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചു. കൊച്ച് ഈ പയ്യൻ്റെ ഫോട്ടോ കാണിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഇവനെ തപ്പുമ്പോൾ ആ പേര് പറഞ്ഞ് ഇവൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റുകയും ചെയ്യും ഇവൻ്റെ സോഷ്യൽ മീഡിയക്കകത്ത്. അത് വെച്ചതൊക്കെ പരിപാടി കാണിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ അങ്കിളും ആൻറ്റി ശാസിച്ചു, അങ്ങനെ ചെയ്യരുത്, ഞാൻ പടരാശം പറഞ്ഞിട്ടെന്നുള്ള മോഡലൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും കൂട്ടുകാർക്ക് മനസ്സിലായി എന്തുവാ, കൊച്ചിനെ അടിച്ച് ബമ്പർ മോളെ അടിച്ച് എന്നുള്ള സീനിൽ കൊച്ച് ഓടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായത്. അതിനും കൂടെ തപ്പേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. സംഭവം ഇത് ഒരു പാഠമാണ്. കൊച്ചിപ്പോഴും ഇവിടെ ഉണ്ട്. കൊച്ചി ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോയി. ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു പർട്ടിക്കുലർ ഏരിയയാണ്, ആ ഏരിയക്കകത്ത് മാറിപ്പോയി. ദയവ് ചെയ്ത് വീണ്ടും പറയുന്നു, ഈ കഥയുടെ ഡീറ്റെയിൽസ് അറിയുന്നവർ ദയവ് ചെയ്ത് കീഴെ കൊണ്ട് കമൻറ്റ് ഇടരുത്. എനിക്കറിയാം പള്ളിക്കാരോടും ഈ പ്രാർത്ഥനക്കാരോടും വിരോധമുള്ളൊരു വലിയ കൂട്ടം ആൾക്കാർ എൻ്റെ വ്യൂവേഴ്സിന് ഇടയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇവരോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല, ഞാനിവരെ മതിക്കുന്ന ആളുമല്ല. പക്ഷേ ദയവ് ചെയ്ത് ആ കൊച്ചിൻ്റെയോ മറ്റേ ഈ പറഞ്ഞ അങ്കിളുടെ അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അതിപ്പോൾ നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവം കീഴിയിരിക്കും. ഈ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് എനിക്ക് പുതിയ കേസൊന്നും പിടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ ജെൻസിക്ക് ഈ പാവപ്പെട്ട കുഞ്ഞിക്കൊച്ചെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനൊരു വാക്ക് തുറന്ന് ചോദിക്കാമായിരുന്നല്ലോ, ചുറ്റുമുള്ളവരോടൊന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. ഈ അങ്കിളും ആൻറ്റി എന്തുവാന്ന്, ഇവരുടെ ഗ്രൗണ്ട് എന്തുവാന്ന്, ഇവർ ഈ കാണിക്കുന്ന പകട്ട് കണ്ണുടച്ചങ്ങ് ഒരു ചൂണ്ടയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂണ്ടയൊക്കെ കൊലയോടെ വീഴുന്നു വേണം വേണ്ടേ. ഇതൊക്കെ ജീവിതാനുഭവം എന്ന് പറയുന്ന സംഭവത്തിൽപ്പെടുന്ന. അപ്പോൾ ഒരു ജെൻസി കഥ ഇപ്പം പറഞ്ഞു വെക്കുന്നു. അടുത്ത കഥ പറയാം.